ആരുമില്ലെങ്കിലും അങ്ങെനിക്കെല്ലാമെല്ലാം, ഭീതിയില്ല ദൂതനുണ്ട് എന്നെ സൂക്ഷിപ്പാൻ. സുഭാഷിതം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിൽ യഹൂദന്മാരെയും ഇന്നത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന മഹത്തായ സാമ്രാജ്യങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അന്ത്യകാല ശക്തികൾ എന്നിവയെക്കുറിച്ചുള്ള അത്ഭുതകരമായ വിശദാംശങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം വായിക്കുന്നു. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. But the people who know their God shall be strong and carry out their exploits. ആരാണ് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം? ദൈവത്തെ അറിയുന്നതും ദൈവത്തെക്കുറിച്ച് അറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ ദൈവത്തെ വ്യക്തിപരമായി അടുത്തറിയുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണിത്. എങ്ങനെയാണ് ദൈവത്തെ വ്യക്തിപരമായി അറിയുവാൻ കഴിയുന്നത്? അങ്ങനെയുള്ളവർ ദിനംതോറും ദൈവവുമായി സംഭാഷണം നടത്തുകയും തങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ നിയന്ത്രണം ആഗ്രഹിക്കുന്നു. അവർ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അവിടുത്തെ ഉപദേശത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ജനം ഉറച്ചു നിൽക്കും, വീര്യം പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവത്തെ അറിയുന്നതിന് വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കൽ യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന്. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു. യോഹന്നാൻ 17:3 എഴുതിയിരിക്കുന്നത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. യേശുവിനെ അറിയുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു. നിത്യജീവൻ കരസ്ഥമാക്കുന്നവരാണ് ദൈവത്തെ അറിയുന്നത്. 1 യോഹന്നാൻ 4:6 വായിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ദൈവത്തെ അറിയുന്നവന് ദൈവവചനത്തിൽ ഉറപ്പുണ്ട്. മത്തായി 11:29 പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുക ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ദൈവത്തെ അറിയുന്നവന്റെ പ്രത്യേകതയാണ് ഏത് സാഹചര്യത്തിലും അവൻ ഉറച്ചു നിൽക്കും. തന്നെയുമല്ല, ദൈവം അവനെ കൊണ്ട് ചെയ്യിക്കുവാനുള്ളത് വീര്യത്തോടെ ചെയ്യുകയും ചെയ്യും. ദൈവത്തിലും ദൈവവചനത്തിലും ഉറപ്പുള്ളവർക്ക് മാത്രമേ വീര്യം പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ അറിഞ്ഞ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ച അനേകരുടെ ചരിത്രം വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ അനേക വിശ്വാസ വീരന്മാരെയും അവർ ദൈവത്തെ അറിഞ്ഞ് ഉറച്ചു നിന്നതിൻ്റെ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. God bless you all with these words. എനിക്കങ്ങേകുമെല്ലാമെല്ലാം എന്നുള്ളിൽ ആശ്വാസം, നിന്റെ സാന്നിധ്യം എന്നുള്ളിൽ ആശ്വാസം, നിന്റെ സാന്നിധ്യം